വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. ജോയിന്റ് കൗൺസിലിന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. ജോയിന്റ് കൗൺസിലിന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ഇത്തവണ പട്ടാമ്പിയാണ് വേദിയായത്. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തുമാണ് പ്രകടനം ആരംഭിച്ചത്. നിരവധി ജീവനക്കാർ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് മേലെ പട്ടാമ്പിൽ നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി അംഗം KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഫെഡറൽ തത്വങ്ങൾ അട്ടിമറിച്ച് അർഹതപ്പെട്ട വിഹിതം പോലും സംസ്ഥാനത്തിന് നിഷേധിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KP സുരേഷ് രാജ് കുറ്റപ്പെടുത്തി. ഈ കാലഘട്ടത്തിൽ തനത് വരുമാനം കണ്ടെത്തി മുന്നോട്ടു പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു മൂന്നാം തുടർച്ച ഉണ്ടാകണമെന്നും KP സുരേഷ് രാജ് അഭിപ്രായപ്പെട്ടു. എന്ന് നാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. സാമ്രാജ്യത്വ മോഹത്തിനപ്പുറം അധികാരവും പണവും സമ്പത്ത് കൊണ്ടുകൂട്ടാനുള്ള പ്രവണതയുമാണ് ഈ യുദ്ധക്കൊതിയുടെ പിറകിൽ എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വംശഹത്യ നടത്തി സാമ്രാജ്യത്വ മോഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം കൂടി ഇതിന്റെ പിറകിലുണ്ട് എന്ന് നാം കാണേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടെയാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ പടനിലമായി ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകൂടം എന്നത് നമ്മളെ ലജ്ജിപ്പിക്കുന്നതാണ്. ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇസ്രയേലിന്റെ കൂടെയാണ്, അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കൂടെയാണ്, ഡൊണാൾഡ് ട്രംപിന്റെ കൂടെയാണ് എന്നത് നമ്മളെ ലജ്ജിച്ച് തലതാഴ്ത്താൻ ഇടവരുത്തുന്ന കാര്യമാണ്. ഇന്ത്യക്ക് മഹത്തായ ഒരു ചരിത്രമുണ്ട്. അത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലൂടെ പടുത്തുയർത്തിയ ചരിത്രമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി മാത്രമല്ല, ലോകത്തെവിടെയൊക്കെ സാമ്രാജ്യത്വം തലപൊക്കിയിട്ടുണ്ടോ അതിനൊക്കെ എതിരായി ചേരിചേരാ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയ നാടിന്റെ പേരാണ് ഇന്ത്യ എന്നത്. ആ ഇന്ത്യ ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ KP ഗോപകുമാർ, സംസ്ഥാന ട്രഷറർ സുഗതകുമാരി, വൈസ് ചെയർമാൻ VC ജയപ്രകാശ്, നരേഷ് കുമാർ, K മുകുന്ദൻ, MC ഗംഗാധരൻ, MS അനിൽകുമാർ, M അജിത് ഖാൻ, VK ജയപ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.